നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഹരി ഓം. ഹരി ഓം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവദവശിഖാതാപസംപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടവിനോ മൂലതോ നിഷ്പദന്തി. ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാ. ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. എല്ലാവർക്കും ലോക യുവജന ദിനത്തിൻ്റെ ആശംസകൾ. ലോക യുവജന നാഷണൽ യൂത്ത് ഡേ. ടുഡേ ഈസ് നാഷണൽ യൂത്ത് ഡേ. വിവേകാനന്ദ സ്വാമികളുടെ ജയന്തിയാണെന്ന് ജനുവരി 12. അപ്പോൾ ഭാരതത്തിലുള്ള യുവാക്കളുടെ മുഴുവൻ ഒരു ഊർജ്ജസ്വലതയുടെ അറിവിൻ്റെ
കർമ്മകുശലതയുടെയൊക്കെ പ്രതീകമായിരിക്കുന്ന വിവേകാനന്ദ സ്വാമികളുടെ ഈ ജയന്തി ഈ രാഷ്ട്രം യുവജന ദിനമായി ആചരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ആശംസകൾ. ആ ഗുരുവിൻ്റെ, മഹാഗുരുവിൻ്റെ, അതുപോലെ രാമകൃഷ്ണ പരമഹംസരുടെ, ശാരദാദേവിയുടെ, വിവേകാനന്ദ ഗുരുബായിമാരുടെ, അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവട്ടെ. ശങ്കരാചാര്യർക്ക് ശേഷം ലോകം എഴുന്നേറ്റ് നിന്ന് വന്ദിക്കുന്ന ഭാരതത്തിലെ ഏറ്റവും മഹാനായൊരു ഋഷിവര്യനാണ് വിവേകാനന്ദ സ്വാമികൾ. ശങ്കരാചാര്യരുടെ യശസ്സും അദ്ദേഹത്താലാവും വിധം ലോകം മുഴുവൻ പരത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രാമകൃഷ്ണ ആശ്രമങ്ങളെല്ലാം അദ്വൈത ആശ്രമങ്ങളായി തന്നെയാണ് അറിയപ്പെടുന്നത്. പല ആശ്രമങ്ങളുടെയും പേര് തന്നെ അദ്വൈതാശ്രമം, ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമം എന്ന് തന്നെയാണ് പേരിട്ടിരിക്കുന്നത്. ആചാര്യ ഭഗവത്പാദരുടെ ഫിലോസഫി തന്നെയാണ് അവരുടെ മുഖ്യ സന്ദേശം. എന്തു തന്നെയാണെങ്കിലും എല്ലാവർക്കും ആ മഹാത്മാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം. നമ്മുടെ കുട്ടികൾക്കൊക്കെ ആ വിവേകാനന്ദ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ ഓരോരുത്തരും ഓരോ വീടുകളിലും വിവേകാനന്ദ സാഹിത്യ സർവസ്വം എന്ന കൃതികൾ, നല്ല ഇംഗ്ലീഷാണ് അദ്ദേഹത്തിൻ്റെ. അന്ന് കാലത്തെ ബ്രിട്ടീഷുകാരോട് ഒപ്പം തോളോട് തോൾ ചേർന്ന് നിന്നിരുന്ന ആളാണ്. അപ്പോൾ ആ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് വളരെ നല്ല രീതിയിൽ തൻ്റെ പ്രസംഗങ്ങളിലൂടെ, അതുപോലെ തൻ്റെ എഴുത്തുകളിലൂടെ ഒക്കെ ഏറ്റവും യുവാക്കളെ ആകർഷിക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വീടുകളിലും കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമി വിവേകാനന്ദ എന്ന ഇംഗ്ലീഷ് ഗ്രന്ഥം തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ആ സ്വാമിജിയുടെ നേരിട്ടുള്ള വാക്കുകൾ കേൾക്കാൻ കുട്ടികൾക്ക് ഭാഗ്യം ലഭിക്കും. നമ്മുടെ കുട്ടികളൊക്കെ ഇന്ന് ഇംഗ്ലീഷിലാണ് മലയാളത്തെക്കാളും കൂടുതൽ പ്രാവീണ്യമുള്ളവർ. അപ്പോൾ അവർക്ക് ആ പുസ്തകങ്ങൾ നിങ്ങൾ സമ്മാനമായി വാങ്ങിച്ചു കൊടുക്കുക. 7 വോള്യമാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ സർവസ്വം. വളരെ ചുരുങ്ങിയ റേറ്റിനാണ് രാമകൃഷ്ണ മിഷൻ ഡിസ്കൗണ്ടഡ്, അല്ലെങ്കിൽ എന്താണ്, സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള വിലയ്ക്കാണ് അത് ലഭിക്കുന്നത്. വളരെ ചുരുങ്ങിയ വിലയാണ്. ആ പുസ്തകത്തിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ കൊടുത്താൽ മുതലാവില്ല. അതുപോലെ അതിൻ്റെ പ്രിൻറ്റിങ് കോസ്റ്റ് നോക്കിയാൽ പോലും അതിൻ്റെ പകുതി പോലും അവർ ഈടാക്കുന്നില്ല. സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള ഒരു റേറ്റിലാണ് വിവേകാനന്ദ സാഹിത്യ സർവസ്വം നമുക്ക് അവൈലബിൾ ആകുന്നത്. അപ്പോൾ നിങ്ങൾ അടുത്തുള്ള ലോകമെമ്പാടുമുള്ള പ്രസ്ഥാനമാണ് രാമകൃഷ്ണ പ്രസ്ഥാനം. എവിടെ ചോദിച്ചാലും കിട്ടും. ഇനി പല ബുക്ക് സ്റ്റാളുകളും ഏറ്റെടുത്ത് വിൽപ്പന നടത്തുന്നുണ്ട്. വിവേകാനന്ദ സാഹിത്യ സർവസ്വം ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാ ഭാഷകളിലും ഉണ്ട്. നമ്മുടെ കുട്ടികൾക്ക് വായിക്കാൻ എത്തിക്കുക. ആ കുട്ടികൾക്ക് ഒരു ജീവിതത്തിലൊരു ദിശാബോധമുണ്ടാകും, ലക്ഷ്യബോധമുണ്ടാകും, ഒരു വിഷൻ ഉണ്ടാകുന്നർത്ഥം. അതുപോലെ ദേശസ്നേഹമുള്ളവരും കുടുംബസ്നേഹമുള്ളവരും ആത്മാഭിമാനമുള്ളവരും നമ്മുടെ സനാതനധർമ്മത്തെ ഉയർത്തിപ്പിടിക്കുന്നവരുമായിട്ടുള്ള നല്ല പൗരന്മാരായി അവർ വളർന്നു വരും. ഭാരത സ്വാതന്ത്ര്യ സമരത്തിന് മുൻകൈ എടുത്തതായിട്ടുള്ള എല്ലാ നേതാക്കന്മാരുടെയും പ്രചോദനം വിവേകാനന്ദ സ്വാമികളുടെ വാക്കുകളായിരുന്നു. വിവേകാനന്ദ സ്വാമികളാണ് എല്ലാവരെയും പുറകിൽ നിന്ന് ഈ തൻ്റെ വാക്കുകളെ കൊണ്ട് പ്രചോദിപ്പിച്ച് മുമ്പിലോട്ട് തള്ളിവിട്ടത്. അപ്പോൾ നമുക്ക് നല്ല നായകന്മാരുണ്ടായി ഈ ഭാരതത്തിൽ. അതെവിടെ നിന്നുണ്ടായി? ഈ വിവേകാനന്ദ സ്വാമികളുടെ വാണികൾ കേട്ടിട്ട്.
അപ്പം അതുപോലെ നമ്മുടെ കുടുംബത്തിൽ നല്ല കുട്ടികൾ ഉണ്ടാവാൻ നിങ്ങൾ വേറെ പല നോവലുകളും വായിക്കുന്ന പിള്ളേർക്ക് ഒരർത്ഥവുമില്ലാത്ത ഹാരി പോട്ടറും അതുപോലെയുള്ളതായിട്ടുള്ള എന്താ പറയുക ഫിക്ഷൻസ് വായിച്ച് സമയം കളയുന്ന കുട്ടികൾക്ക് ഏറ്റവും വൃത്തിയായിട്ടുള്ള ഈ ഗ്രന്ഥം വാങ്ങിച്ചു കൊടുക്കുക. ഈ 7 വോള്യം കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമി വിവേകാനന്ദ ഓരോ വീടുകളുടെയും പൂമുഖത്തെ ഷോ കേസിൽ തിളങ്ങട്ടെ. അത്ര മനോഹരവുമാണവ, അത്ര നിങ്ങളുടെ വിലയെ കൂട്ടുന്നതുമാണവ. വിവേകാനന്ദ സർവസ്വം, സാഹിത്യ സർവസ്വം ഏത് ഗൃഹത്തിൽ ഉണ്ടോ ആ വീട്ടിന് തന്നെ ഒരു ശോഭയാണ്. എല്ലാ വീടുകളിലും പൂമുഖത്ത് തന്നെ എല്ലാവരും കാണും പോലെ പ്രകാശിപ്പിക്കുക. അതൊരു അഭിമാനമായിട്ട് പ്രകാശിക്കട്ടെ. എല്ലാ വീടുകളിലും അഭിമാനമായി പ്രകാശിക്കട്ടെ. അത് തിളങ്ങട്ടെ. അപ്പോൾ ഓരോ വീടുകളിലേക്കും വിവേകാനന്ദ സാഹിത്യ സർവസ്വം എത്തിക്കുക. എല്ലാ മക്കളുള്ള വീടുകളിലൊക്കെ വലിയവരും എല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് യുവാക്കളാണ് വായിച്ചിരിക്കേണ്ടത്. അത് ചെറുപ്രായത്തിൽ തന്നെ അത് വായിക്കാനുള്ള ശീലം അവരിൽ ഉണ്ടാക്കി കൊടുക്കുക. അതിന് നമ്മളതിൻ്റെ വർത്ത് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദേശം ഇന്ന് എല്ലാവരോടുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ, സ്വാമി തന്നെ വേണമെങ്കിൽ അതിന് മുൻകൈ എടുത്ത് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അഡ്രസ്സ് തന്നാൽ ഞാൻ സംഘടിപ്പിച്ച് അയച്ചു തരാം. എത്ര പേര് അഡ്രസ്സ് തരണോ അവർക്കൊക്കെ അതാത് അഡ്രസ്സുകളിലേക്ക് എത്തിച്ചു തരാനുള്ള ഏർപ്പാട് കൂടി വേണമെങ്കിൽ ചെയ്തു തരാം. വിവേകാനന്ദ സാഹിത്യ സർവസ്വം വായിക്കട്ടെ കുട്ടികൾ. വലിയവർക്കുള്ളതാണ് ഗോസ്പൽസ് ഓഫ് ശ്രീരാമകൃഷ്ണ. കുട്ടികൾക്കുള്ളത് വിവേകാനന്ദ സാഹിത്യ സർവസ്വമാണ്. ആദ്യം അവർ അത് വായിക്കട്ടെ, എന്നിട്ടേ അവർക്ക് രാമകൃഷ്ണൻ്റെ വചനാമൃതത്തിലേക്ക് പ്രവേശനം കൊടുക്കേണ്ടു. രാമകൃഷ്ണ വചനാമൃതം വളരെ സിമ്പിളാണ്, പക്ഷെ അത് നിവൃത്തി ധർമ്മമാണ്. അതാണ് ഞാൻ പറയുന്നതിൻ്റെ വ്യത്യാസം. ഒന്ന് പ്രവൃത്തി, ഒന്ന് നിവൃത്തി. രാമകൃഷ്ണ പരമഹംസർ നമ്മളെ നിവൃത്തിയിലേക്ക് നയിക്കുന്ന ആളാണ്. വിവേകാനന്ദ സ്വാമി യുവാക്കളെ ഊർജ്ജസ്വലരാക്കി, അർജുനന്മാരാക്കി, പ്രവൃത്തി ഉന്മുഖന്മാരാക്കുന്നവരാണ്. ആ ഭാഷയാണ്. രണ്ടും വ്യത്യാസമുണ്ട്. ആദ്യം വിവേകാനന്ദ സാഹിത്യ സർവസ്വം, അത് കഴിഞ്ഞ് വയസ്സാവുമ്പോൾ ഒരു പക്വതയാകുമ്പോൾ ഒരു 40 വയസ്സ് കഴിയുമ്പോഴുള്ളതാണ് രാമകൃഷ്ണ വചനാമൃതം. നേരത്തെ വായിച്ചുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായിട്ടല്ല, വായിക്കണം. പക്ഷെ ആദ്യം വിവേകാനന്ദ സാഹിത്യ സർവസ്വം വായിക്കട്ടെ. അതാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് രാമകൃഷ്ണ പരമഹംസരോടുള്ള ഭക്തി ഒട്ടും കുറവുള്ളതുകൊണ്ട് പറയുകയല്ല. രണ്ടിൻ്റെയും ഉദ്ദേശ്യം രണ്ടാണ്, മനസ്സിലാക്കാം. പ്രവൃത്തി, നിവൃത്തി. ഞങ്ങളെപ്പോലെയുള്ള സന്യാസിമാർക്കൊക്കെ രാമകൃഷ്ണ പരമഹംസരുടെ വചനാമൃതം ദ ബെസ്റ്റ്. അതുപോലെ നിങ്ങളെപ്പോലെ 50 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ രാമകൃഷ്ണ വചനാമൃതം ബെസ്റ്റ്. നാരായണ. അതെ. ഇപ്പം നമുക്ക് നമ്മുടെ ശങ്കരസ്തോത്ര തരംഗിണിയിലേക്ക് തിരിച്ചു വരാം. ശങ്കരസ്തോത്ര തരംഗിണി ഇന്ന് 285-ാം ദിവസം. ഹരി ഓം. ശിവപാദാദി കേശാന്ത വർണ്ണന സ്തോത്രം ഇന്ന് 9-ാം ദിവസം. ഏവർക്കും സുസ്വാഗതം. ആദ്യത്തെ 20 ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് നമുക്ക് കാണാം. ഓം
നമഃ ശിവായ. കല്യാണം നോ വിധത്താം കടകതടല സത്കൽപവാടീ നികുഞ്ച ക്രീഡാ സംസക്ത വിദ്യാധര നികരവധൂഗീതരുദ്രാപദാനഃ താരൈർഹേരംബനാദൈഃ തരളിത നിനദത്താരകാരാതികേകീ കൈലാസ സർവനിർവൃത്യഭിജനകപദഃ സർവദാ പർവതേന്ദ്രഃ യസ്യ പ്രാഹുസ്വരൂപം സകലദിവിശദാം സാര സർവസ്വയോഗം യസ്യേഷു സാർംഗധന്വാ സമജനി ജഗതാം രക്ഷണേ ജാഗരൂകഃ മൗർവീദർവീകരാണാം അപി ച പരിവൃഢഃ പൂസ്ത്രയീ സാ ച ലക്ഷ്യം സോവ്യാദവ്യാജമസ്മാൻ അശിവബിദനിശം നാകിനാം ശ്രീപിനാഗഃ ആതങ്കാവേഗഹാരി സകലദിവിശദാമംഗ്രിപദ്മാശ്രയാണാം മാതംഗാദ്യുഗ്രദൈത്യപ്രകരതനുഗളരക്തധാരക്തധാരഃ ക്രൂരസൂരായുതാനാമപി ച പരിഭവം സ്വീയഭാസാവിതന്വൻ ഘോരാകാരഃ കുഠാരോ ദൃഢതര ദുരിതാഖ്യാടവീം പാടയേന്നഃ കാലാരാധേഃ കരാഗ്രേ കൃതവസതിരുര ശാനശാതോരിപൂണാം കാലേ കാലേ കുലാദ്രിപ്രവരതനയയാ കൽപ്പിതസ്നേഹലേപഃ പായാന്നഃ പാവകാർച്ചിഃ പ്രസരസഗമുഖഃ പാപഹന്താനിതാന്തം ശൂലശ്രീപാദസേവാ ഭജനരസജുഷാം പാലനൈകാന്തശീലഃ ദേവസ്യാംഗാശ്രയായാഃ കുലഗിരിദുഹിതുർനേത്രകോണപ്രചാര പ്രസ്താരാനത്യുദാരാൻ പിപഠിഷുരിവയോ നിത്യമത്യാദരേണ ആധത്തെ ഭംഗിതുംഗൈർ അനിശമവയവൈരന്തരംഗം സമോദം സോമാപീഡസ്യ സോയം പ്രതിശതു കുശലം പാണിരംഗഃ കുരംഗഃ കണ്ഡപ്രാന്താവസജ്ജത്കനകമയമഹാഗണ്ഡികാ ഘോരഘോഷൈഃ കണ്ഡാരാവൈരകുണ്ഡൈരപി ഭരിത ജഗത് ചക്രവാളന്തരാളഃ ചണ്ഡഃ പ്രോദ്ദണ്ഡശൃംഗഃ കകുത കബളിതോത്തുംഗ കൈലാസശൃംഗഃ കണ്ഡേ കാലസ്യ വാഹഃ ശമയതു ശമലം ശാശ്വതഃ സക്വരേന്ദ്രഃ നിർയദ്ദാനാംബുധാരാ പരിമള തരളീഭൂതരോലംബപാളീ ജംഗാരൈ ശങ്കരാദ്രേഃ ശിഖരശതധരീഃ പൂരയദ്ഭൂരിഘോഷൈഃ ശാർവ സൗവർണശൈലപ്രതിമ പൃഥുവപുഃ സർവവിഘ്നാപഹർത്താ ശർവാണ്യാഃ പൂർവസൂനുഃ स भवतु भवदां स्वस्तिदो हस्तिवक्त्रः यः पुण्यैर्देवतानां समजनि शिवयोः श्लाघ्यवीर्यैकमत्याद् यन्नाम्नि श्रूयमाणे दिदिजभडघडाभीदिभारं भजन्ते भूयात् सोऽयं विभूत्यै निशितशरशिखापाटितक्रौञ्चशैलः संसारागाधकूपोदरपतितसमुत्तारगस्तारगारिः आरूढः प्रौढवेगप्रविजितपवनं तुङ्गतुङ्गं तुरङ्गं चेलं नीलं वसानः करतलविलसत्काण्डकोदण्डदण्डः
രാഗദ്വേഷാദി നാനാവിധ മൃഗപടലീ ഭീതികൃത് ഭൂതഭർത്താ കുറുവൻ ആഘേടലീലാം പരിലസതു മനഃകാനനേ മാമഗീനേ. അംബോജാഭ്യാം ചരം ഭാരതചരണലതാ ദ്വന്ദ്വകുംഭീന്ദ്രകുംഭൈഃ ബിംബേനേന്ദോശ്ച കമ്പോരുപരി വിലസതാ വിദ്രുമേണോത്പലാഭ്യാം അംബോദേനാഭിസംഭാവിതമുപജനിതാഡംബരം ശംബരാരേഃ ശംഭോഃ സംഭോഗയോഗ്യം കിമപി ധനമിദം സംഭവേത് സമ്പദേനഃ. വേണീ സൗഭാഗ്യവിസ്മാപിത തപനസുതാചാരു വേണീ വിലാസാൻ വാണീ നിർദൂതവാണീ കരതല വിധൃതോദാര വീണാ വിരാവാൻ ഏണീ നേത്രാന്തഭംഗീ നിരസന നിപുണാഭംഗകോണാൻ ഉപാസേ ശോണാൻ പ്രാണാനുദൂഢ പ്രതിനവ സുഷമാകങ്ങളാൻ ഇന്ദുമൗലേ. നൃത്താരംഭേഷു ഹസ്താഹതമുരജധിമിദ്ദിംഘൃതൈർ അത്യുദാരൈഃ ചിത്താനന്ദം വിധത്തെ സദസി ഭഗവതഃ സന്തതം യസ്സ നന്ദി. ചണ്ഡീശാദ്യാസ്തധാന്യേ ചതുരഗുണഗണ പ്രീണിത സ്വാമി സൽക്കാരോത്കർഷോദ്യൽ പ്രസാദാഃ പ്രമദ പരിവൃഢാഃ പാന്തു സന്തോഷിണോ നഃ. മുക്താമാണിക്യജാലൈഃ പരികലിതമഹാസാലമാലോകനീയം പ്രത്യുപ്താനർഘരത്നൈർദിശി ദിശി ഭവനൈഃ കൽപ്പിതൈർദിക്പതീനാം ഉദ്യാനൈരദ്രികന്യാ പരിജനവനിതാമാനനീയൈഃ പരീതം ഹൃദ്യം ഹൃദ്യസ്തു നിത്യം മമ ഭുവനപതേർധാമ സോമാർദ്ദമൗലേഃ. സ്തംഭൈർജംബാരിരത്നപ്രവര വിരചിതൈഃ സംവൃതോപാന്തഭാഗം ശുംബൽ സോപാനമാർഗം ശുചിമണിനിചയൈർഗുംഭിതാനൽപശില്പം കുംഭൈഃ സമ്പൂർണശോഭം ശിരസി സുഘടിതൈഃ ശാതകുംഭൈരപങ്കൈഃ ശംഭോഃ സംഭാവനീയം സകലമുനിജനൈഃ സ്വസ്തിതം സ്യാത് സദോ നഃ. ന്യസ്തോ മധ്യേ സഭായാഃ പരിസരവിലസത്പാദപീഡാഭിരാമോ ഹൃദ്യഃ പാദൈശ്ചതുർഭിഃ കനകമണിമയൈരുച്ഛകൈരുജ്വലാത്മാ വാസോ രത്നേന കേനാപ്യധികമൃദുതരേണാസ്തൃതോ വിസ്തൃതശ്രീഃ പീഡഃ പീഡാപരം നഃ ശമയതു ശിവയോഃ സ്വൈരസംവാസയോഗ്യഃ. ആസീനസ്യാദിപീഡം ത്രിജഗദധിപതേരംഘ്രിപീഡാനുഷക്തൗ പാദോജാഭോഗഭാജൗ പരിമൃദുലതലോല്ലാസി പദ്മാതിരേകൗ പാതാം പാദൗ ഉഭൗതൗ നമദമരകിരീടോല്ലസച്ചാരുഹീരശ്രേണി ശോണായമാനോന്നത നഗ ദശകോദ്ഭാസമാനൗ സമാനൗ. യന്നാദോ വേദവാചം നിഗദതി നിഖിലം ലക്ഷണം പക്ഷികേതോഃ ലക്ഷ്മീ സംഭോഗ സൗഖ്യം വിരചതി യയോഃ വിരചയതി യയോഃ ചാപരോ രൂപഭേദഃ. ശംഭോഃ സംഭാവനീയേ പദകമല സമാസംഗതസ്തുംഗശോഭേ മാംഗല്യം നഃ സമഗ്രം സകല സുഖകരേ നൂപുരേ പൂരയേതാം. അംഗേ ശൃംഗാരയോനേഃ സപദി ശലഭദം നേത്രവന്നൗ പ്രജാതേ ശത്രോരുദ്ധൃത്യ തസ്മാദിഷു ധിയുഗമദോ ന്യസ്തമഗ്രേ കിമേതത്
ശങ്കാം ഇത്തം നതാനാം അമരപരിഷദാം അന്തരംഗൂരയത്തൽ സംഘാതം ചാരുജംഗായുഗമഖിലപതേരംഹസാം സംഹരേന്നഃ. ജാനുദ്വന്ദ്വേന മീനധ്വജ നൃപരസമുൽഗോപമാനേന സാകം രാജന്തൗ രാജരംഭാകരികര കനകസ്തംഭ സംഭാവനീയൗ ഊരൂ ഗൗരീകരാംബോരുഹ സരസ സമാമർദ്ദനാനന്ദ ഭാജൗ ചാരൂ ദൂരീക്രിയാസ്താം ദുരിതമുപചിതം ജന്മ ജന്മാന്തരേണ. ആമുക്താനർഘരത്ന പ്രകരകരപരിഷ്വക്ത കല്യാണ കാഞ്ചീ ദാംനാബദ്ധേന ദുഗ്ധദ്യുതി നിചയമുഷാ ചീനപട്ടാംബരേണ സംവീതേ ശൈലകന്യാസു ചരിത പരിപാകായമാണേ നിതംബേ നിത്യം നർനർത്തു ചിത്തം മമ നിഖില ജഗൽ സ്വാമിനഃ സോമമൗലേ. സംവീതേ ശൈലകന്യാസു ചരിത പരിപാകായമാണേ നിതംബേ നിത്യം നർനർത്തു ചിത്തം മമ നിഖില ജഗൽ സ്വാമിനഃ സോമമൗലേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, സുസ്വാഗതം. നമ്മൾ ഇന്നലെ 16-ാം ശ്ലോകം വരെയാണ് കണ്ടത്. 8 ദിവസം കൊണ്ട് ഈ 2 ശ്ലോകം വീതം 16 ശ്ലോകം കണ്ടു. വളരെ ദീർഘങ്ങളായ ശ്ലോകങ്ങളായതുകൊണ്ടാണ് ഒരു ദിവസം 2 ശ്ലോകമേ നമുക്ക് ആവറേജ് കവർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുപോലെ അതിൻ്റെ പദപ്രയോഗങ്ങളും അതിൻ്റെ മനോഹാരിതയും അലങ്കാരങ്ങളും ഒക്കെ നമ്മൾ ആസ്വദിച്ച് പോകുമ്പോൾ 2 ശ്ലോകങ്ങൾ തന്നെ കൂടുതലാണ്. അപ്പോൾ ഭഗവാന്റെ ആലയത്തെ വർണ്ണിച്ചതിന് ശേഷം ഭഗവാന്റെ പീഠത്തെക്കുറിച്ച് പറഞ്ഞു. അതാണ് 15-ാമത്തെ ശ്ലോകം. സഭയുടെ മധ്യത്തിൽ ന്യസിക്കപ്പെട്ടതും അതുപോലെ ചുറ്റും ശോഭിക്കുന്ന പാദപീഠങ്ങളോട് കൂടിയതും സ്വർണ്ണ നിർമ്മിതവും രത്നം കൊണ്ട് പതിച്ചതുമായിട്ടുള്ള ഉയരമുള്ള 4 കാലുകൾ കൊണ്ട് ജ്വലിക്കുന്നതും കാണുന്നവർക്കൊക്കെ ഹൃദ്യമായി തോന്നുന്നതും അത്യധികം മൃദുവായിട്ടുള്ള ഉത്കൃഷ്ടമായ വസ്ത്രം വിരിച്ച് വർദ്ധിച്ച ശോഭയോടുകൂടിയതും പാർവതീ പരമേശ്വരന്മാരുടെ സ്വൈരവാസത്തിന് യോഗ്യവുമായിരിക്കുന്ന പീഠം നമ്മുടെ പീഡാഭാരത്തെ ശമിപ്പിക്കട്ടെ എന്നായിരുന്നു 15-ാമത്തെ ശ്ലോകം. പീഡഃ പീഡാപരം നഃ ശമയതു ശിവയോഹോ സ്വൈരസംവാസയോഗ്യഃ. ശിവയോഹോ ശിവ പാർവതിമാരുടെ സ്വൈരസംവാസയോഗ്യ, സ്വൈരമായി സംവസിക്കാൻ യോഗ്യമായിട്ടുള്ള വിസ്തൃതമായിട്ടുള്ള ആ പീഠം നമ്മുടെ നഃ പീഡാപരം ശമയതു, നമ്മുടെ ഹൃദയത്തിലെ എല്ലാ പീഡകളെയും അതിൻ്റെ ഭാരങ്ങളെയും ശമിപ്പിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ ഭഗവാൻ ഇരിക്കാനുള്ളൊരു പീഠമായി മാറ്റുക. നമ്മൾ ആ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ മംഗളമാണ്. ശിവസ്വരൂപനാണ് ഭഗവാൻ, ശങ്കരനാണ് ഭഗവാൻ. ശംകരോതീതി ശങ്കരഃ. ആ ഭഗവാന്റെ സ്മരണ, ആ ഭഗവാന്റെ ധ്യാനം നമ്മുടെ ഉള്ളിലുള്ള എല്ലാ മാലിന്യങ്ങളെയും എല്ലാ കളങ്കങ്ങളെയും എല്ലാ പാപവാസനകളെയും എല്ലാ നെഗറ്റീവ് ചിന്തകളെയും അകറ്റിക്കളഞ്ഞ് നമുക്ക് മംഗളത്തെ നൽകുന്നു, ആനന്ദത്തെ നൽകുന്നു. അത് കഴിഞ്ഞ് 16-ാം ശ്ലോകം മുതൽക്കാണ് ഭഗവാന്റെ പാദാദികേശം വാസ്തവത്തിൽ ആരംഭിക്കുന്നത്. ഭഗവാൻ പീഠത്തിലിരിക്കുന്നു. ഉയർന്ന പീഠത്തിലിരിക്കുമ്പോൾ ഭഗവാന്റെ പാദം താഴെയുള്ള ആ പാദപീഠത്തിൽ വച്ചിരിക്കുന്നു. അതാണ് ആസീനസ്യ അതിപീഠം. അതിപീഠം ആസീനസ്യ, വലിയ പീഠത്തിന്റെ മുകളിൽ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ ത്രിജഗത് അധിപതേഹേ,
മൂന്ന് ലോകത്തിൻ്റെയും അധിപതിയായ ഭഗവാന്റെ അംഗ്രിപീഡാനുഷക്തൗ പാദോജ ആഭോഗബാജൗ പരിമൃദുലതലോല്ലാസി പദ്മാതിരേകൗ ഉപൗ പാദൗ. ആ രണ്ട് പാദങ്ങൾ അത് അംഗ്രിപീഠത്തിൽ അനുഷക്തങ്ങളായിരിക്കുന്നു, ചേർത്ത് വച്ചിരിക്കുന്നു. അത് ചുറ്റുമുള്ള ഭഗവാന്റെ പാദത്തിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ള താമരയേക്കാൾ സുന്ദരങ്ങളായിരിക്കുന്നു. പാദോജ അഭോഗബാജൗ പരിമൃദുലതല ഉല്ലാസി പദ്മാതിരേഖൗ. അദ്ദേഹത്തിൻ്റെ പാദതലങ്ങൾ അതിൽ പത്മരേഖ മുതലായുള്ള രേഖകൾ കൊണ്ട് ശോഭിക്കുന്നു, അത്യന്തം മൃദുലതരമായിരിക്കുന്നു. അങ്ങനെയുള്ള ആ ഉഭൗപാദൗ നമദമര കിരീടോല്ലാസ ഉല്ലസച്ചാരുഹീര ശ്രേണീ ശോണായമാനോന്നത നഗ ദശകോൽഭാസമാനൗ. മുമ്പിൽ വന്ന് നമസ്കരിക്കുന്നതായിട്ടുള്ള ആ അമരന്മാരുടെ കിരീടത്തിൽ ഉല്ലസിക്കുന്നതായിട്ടുള്ള മനോഹരങ്ങളായ രത്നശ്രേണികൾ കൊണ്ട് ശോണായമാനങ്ങളായിരിക്കുന്നു, ചുവന്നിരിക്കുന്നു ഭഗവാന്റെ പാദവും നഖങ്ങളും. അങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഉന്നതങ്ങളായ നഖദശകം, 10 നഖങ്ങൾ 10 നക്ഷത്രങ്ങളെ പോലെയോ ചന്ദ്രനെ പോലെയോ ഉദയസൂര്യനെ പോലെയോ ഒക്കെ പ്രകാശിക്കുന്നു. അങ്ങനെ ഭാസമാനവും സമാനവും രണ്ടും ഒരേ അളവിലുള്ളതായിട്ടുള്ള പാദങ്ങളാണ്. എല്ലാ അളവുകളും കൃത്യമാണ്. ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിട്ടുള്ളതല്ല, എന്തെങ്കിലും തരത്തിലുള്ളതായിട്ടുള്ള വൈകല്യങ്ങളുള്ളതല്ല ഭഗവാന്റെ പാദം. അതിമനോഹരങ്ങളായിട്ടുള്ള സിമെട്രിക്കലായിട്ടുള്ളതാണ് ഭഗവാന്റെ പാദങ്ങൾ എന്ന് 16-ാം ശ്ലോകത്തിൽ ഭഗവാന്റെ പാദങ്ങളെ ധ്യാനിച്ചു. ഇനി 17-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ നൂപുരങ്ങളെ സ്തുതിക്കുകയാണ്. ഭഗവാന്റെ കാലിൽ കെട്ടിയിരിക്കുന്നതായിട്ടുള്ള നൂപുരങ്ങൾ, ചിലങ്കകൾ, അതിൻ്റെ ശബ്ദം മുതലായതിനെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. യന്നാദോ വേദവാചാം നിഗദതി നിഖിലം ലക്ഷണം പക്ഷികേതോഹോ ലക്ഷ്മീ സംഭോഗ സൗഖ്യം വിരചയതി യയോശ്ചാപരോ രൂപഭേദഃ ശംഭോഃ സംഭാവനീയേ പദകമല സമാസംഗതസ്തുംഗശോഭേ മാംഗല്യം ന സമഗ്രം സകല സുഖകരേ നൂപുരേ പൂരയേതാം. യന്നാദോ വേദവാചാം നിഗദതി നിഖിലം ലക്ഷണം പക്ഷികേതോഃ ലക്ഷ്മീ സംഭോഗ സൗഖ്യം വിരചയതി യയോഃ ചാപരോ രൂപഭേദഃ ശംഭോഃ സംഭാവനീയേ പദകമല സമാസംഗതസ്തുംഗശോഭേ മാംഗല്യം ന സമഗ്രം സകല സുഖകരേ നൂപുരേ പൂരയേതാം. ഇപ്പോ ഭഗവാന്റെ നൂപുരേ എന്ന് പറഞ്ഞാൽ നൂപുരം ഏകവചനം, നൂപുരേ ദ്വിവചനം, 2 നൂപുരങ്ങൾ. നഹ മാംഗല്യം പൂരയേതാം, നഹ അസ്മാകം നമുക്ക് മാംഗല്യം പൂരയേതാം, മംഗളത്തെ നിറയ്ക്കട്ടെ, മംഗളത്തെ പൂരിപ്പിക്കട്ടെ, മംഗളപൂർണമാക്കട്ടെ നമ്മുടെ ജീവിതം എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഈ നൂപുരങ്ങളെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ് മുൻപിൽ പറഞ്ഞതെല്ലാം. എന്നാദോ വേദവാചാം നിഗദതി, നിഖിലം ലക്ഷണം. എന്നാദോ വേദവാചാം നിഗദതി നിഖിലം ലക്ഷണം. അപ്പൊ എന്നാദ വേദവാചാം നിഖിലം ലക്ഷണം നിഗദതി, അത് ഒരു വിശേഷണം. പക്ഷികേതോർ ലക്ഷ്മീ സംഭോഗഭോഗ്യം സൗഖ്യം വിരചയതി യയോശ്ചാപരോ രൂപഭേദഃ, അത് 2-ാമത്തെ വിശേഷണം. ശംഭോഃ സംഭാവനീയേ പദകമല സമാസംഗതസ്തുംഗശോഭേ, 3-ാമത്തെ വിശേഷണം. സകല സുഖകരേ, 4-ാമത്തെ വിശേഷണം. അങ്ങനെ 4 വിശേഷണങ്ങളെ കൊണ്ട് ആ ഭഗവാന്റെ നൂപുരങ്ങൾ നഹ സമഗ്രം മംഗല്യം പൂരയേതാം, എല്ലാ മംഗളങ്ങളെയും പൂരിപ്പിക്കട്ടെ, നിറയ്ക്കട്ടെ എന്നാണ് താല്പര്യം. അപ്പോൾ എന്തൊക്കെയാണ് 4 വിശേഷണങ്ങൾ നോക്കാം.
എന്നാദോ വേദവാചാം നിഖിലം ലക്ഷണം നിഗതതി. എന്നാദ, ഏതൊരു നൂപുരങ്ങളുടെ നാദമാണോ ആ ഭഗവാന്റെ പാദത്തിലെ നൂപുരങ്ങളുടെ നാദം, ഝിലും 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 എന്നുള്ള ആ ശബ്ദം വേദവാക്യങ്ങളുടെ, വേദവാചാം നിഖിലം ലക്ഷണം നിഗതതി, വേദവാക്യങ്ങളുടെ മുഴുവൻ ലക്ഷണങ്ങളെയും നിഗതതി നിതരാം ഗതതി, നന്നായി പറയുന്നു. അപ്പൊ വേദമന്ത്രധ്വനികൾ പോലെ, അതിൻ്റെ ഉപദേശം പോലെ ഭഗവാന്റെ പാദത്തിൽ കിലുങ്ങുന്ന നൂപുരങ്ങൾ നമ്മെ വഴികാണിക്കുന്നു. വേദവാക്കുകൾ എവിടേക്കാണ് നമ്മളെ വഴികാണിക്കുന്നത്? വേദവാക്കുകൾ പരബ്രഹ്മ തത്വത്തിലേക്കാണ് നമ്മളെ വഴികാണിക്കുന്നത്, അല്ലേ? വേദവാക്കുകളെ പിന്തുടർന്ന് നമ്മൾ അന്വേഷിച്ച് ചെന്നാൽ പ്രപഞ്ചത്തിന്റെ പരമസത്യത്തിൽ നമ്മൾ എത്തിച്ചേരും. ശരിയല്ലേ? ആ സത്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് വേദവാക്കുകൾ. ഭഗവാന്റെ പാദത്തിലെ നൂപുരധ്വനികളോ അത് ഭഗവാന്റെ പാദത്തിലേക്ക് എത്തിക്കും നമ്മളെ. ഇതാ ഇവിടെയുണ്ട്, 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 ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ എന്ന് ക്ഷണിക്കുന്നത് പോലെയാണ് ഭഗവാന്റെ പാദത്തിലെ നൂപുരങ്ങളുടെ മനോഹരമായിട്ടുള്ള ശബ്ദം നമ്മെ ഭഗവാന്റെ പാദത്തിലേക്ക് നയിക്കും. ഇനി ഭഗവാന്റെ പാദവും വേദത്തിൽ പ്രതിപാദിക്കുന്നതായിട്ടുള്ള പരമസത്യവും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? രണ്ടും ഒന്ന് തന്നെയാണ്. ഭഗവാന്റെ പാദം എന്ന് പറഞ്ഞാൽ ഭഗവാൻ നിൽക്കുന്ന സ്ഥാനം എന്നാണ് അർത്ഥം. ഭഗവാൻ നിൽക്കുന്ന സ്ഥാനം എന്ന് പറഞ്ഞാൽ ഭഗവാൻ സ്വരൂപത്തിലാണ് നിൽക്കുന്നത്. എന്താണ് ഭഗവാന്റെ സ്വരൂപം? പരബ്രഹ്മം. അപ്പൊ ആ പരബ്രഹ്മ സത്യത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ് ഭഗവാന്റെ പാദത്തിലെ നൂപുരധ്വനികൾ എന്നർത്ഥം. അതിലെ ആ ഝങ്കാരനാദം നമ്മെ ആകർഷിച്ച് നമ്മെ ആ ഭഗവാന്റെ പാദത്തിലേക്കും ഭഗവാന്റെ പാദത്തിൻ്റെ തത്വമായ പരബ്രഹ്മത്തിലേക്കും ആത്മസ്വരൂപത്തിലേക്കും നമ്മെ നയിക്കുന്നതാണ്. അപ്പോൾ ആലങ്കാരികമായി പറഞ്ഞതല്ല, സത്യം തന്നെ പറഞ്ഞതാണ് എന്നർത്ഥം. എന്നാദോ വേദവാചാം നിഗതതി നിഖിലം ലക്ഷണം. വേദവാക്കുകളുടെ മുഴുവൻ ലക്ഷണങ്ങളെയും ഏതൊന്നിൻ്റെ നാദം പ്രതിപാദിക്കുന്നുവോ അങ്ങനെയുള്ള ആ ഝങ്കാരനാദം, അത് ഓങ്കാരനാദത്തിനും വേദമന്ത്രങ്ങൾക്കുമൊക്കെ സമാനമായിട്ടുള്ള നാദം തന്നെയാണ് എന്ന് താല്പര്യം. അടുത്ത വിശേഷണം പക്ഷികേതോഹോ ലക്ഷ്മീ സംഭോഗ സൗഖ്യം വിരചയതി യയോഹോ ച അപരോ രൂപഭേദഃ. യയോഹോ ച, യയോഹോ എന്ന് പറഞ്ഞാൽ യാതൊന്നുകളുടെ, യാത് രണ്ടുകളുടെ. ഏത് രണ്ട്? ഈ നൂപുരങ്ങളുടെ. അപ്പൊ യാതൊരു നൂപുരങ്ങളുടെ അപരഹ രൂപഭേദഃ, മറ്റൊരു രൂപഭേദം. പക്ഷികേതോഹോ, പക്ഷികേതു എന്ന് പറഞ്ഞാൽ ഗരുഡധ്വജൻ, പക്ഷി കൊടിയടയാളമായിരിക്കുന്നവൻ. ആരാണ്? ഗരുഡവാഹനൻ തന്നെയായ വിഷ്ണു. അദ്ദേഹത്തിന് ലക്ഷ്മി സംഭോഗ സൗഖ്യം വിരചയതി, ലക്ഷ്മിയുമായിട്ടുള്ള സംഭോഗ സൗഖ്യത്തെ വിരചിക്കുന്നതാണ്, നൽകുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ഭഗവാന്റെ പാദത്തിലെ രണ്ട് നൂപുരങ്ങളുടെ അപരമായ രൂപഭേദം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ആദിശേഷൻ തന്നെയാണ് ഭഗവാന്റെ പാദത്തിലെ നൂപുരങ്ങളായി ഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ പാദത്തിലെ നൂപുരങ്ങൾ ആദിശേഷ സ്വരൂപങ്ങളാണ്. അപ്പൊ അത് ആദിശേഷനായാലോ ഭഗവാന് കിടക്കാനുള്ള മെത്തയായി. ലക്ഷ്മിയും ഭഗവാനുമായി സംഭോഗ സൗഖ്യം അനുഭവിക്കുന്ന, ശയനസുഖം അനുഭവിക്കുന്നതായിട്ടുള്ള മെത്തയായി മാറുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ഭഗവാന്റെ പാദത്തിലെ നൂപുരങ്ങൾ സാക്ഷാൽ ആദിശേഷൻ തന്നെയാണ് എന്ന് പറയാതെ പറയുകയാണ്. ആദിശേഷനെയാണ് ഭഗവാൻ തൻ്റെ പാദങ്ങളിൽ അലങ്കാരമായി നൂപുരങ്ങളായി ബന്ധിച്ചിരിക്കുന്നത്. ഭഗവാന്റെ ശരീരത്തിലെ ആഭരണങ്ങളൊക്കെ നാഗരൂപങ്ങളാണ്. എല്ലാറ്റിനും നാഗങ്ങളുടെ ആകൃതിയാണുള്ളത്. അപ്പം അതിൽ പാദസരവും അതുപോലെ നൂപുരവും
നാഗങ്ങളെ കൊണ്ടാണ് ബന്ധിച്ചിരിക്കുന്നത്. ഇവിടെ നാഗം എന്നാൽ ഇവിടെ ആദിശേഷൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പാദത്തിൽ അലങ്കാരമായി ചേർന്ന് കിടക്കുന്നത് എന്ന് താല്പര്യം. അപ്പോൾ അതിലാണ് മഹാവിഷ്ണു തൻ്റെ ശയ്യയാക്കിയിരിക്കുന്നത്. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ ശയ്യയായി അറിയപ്പെടുന്ന ആദിശേഷൻ ഇദ്ദേഹത്തിൻ്റെ നൂപുരങ്ങളായി ഭവിച്ചിരിക്കുന്നു എന്ന് താല്പര്യം. അപ്പോൾ അതാണ് എന്താണ് യയോഹോ അപരഹ രൂപഭേദ പക്ഷികേതോഹോ ലക്ഷ്മി സംഭോഗ സൗഖ്യം വിരചയതി. ശംഭോഹോ സംഭാവനീയേ പദകമല സമാസംഗത തുംഗശോഭേ സകല സുഖകരേ നുപുരേ നഹ മാംഗല്യം പൂരയേതാം. ശംഭോഹോ സംഭാവനീയേ പദകമല സമാസംഗത തുംഗശോഭേ. അടുത്ത വിശേഷണം ശംഭുവിൻ്റെ മഹാദേവന്റെ സംഭാവനീയേ പദകമല സമാസംഗത. സംഭാവനീയങ്ങൾ എന്ന് പറഞ്ഞാൽ പൂജിക്കപ്പെടേണ്ടത്, ആദരിക്കപ്പെടേണ്ടതായിട്ടുള്ള ഭഗവാന്റെ അതിശ്രേഷ്ഠമായിരിക്കുന്ന എല്ലാവരാലും പൂജിക്കപ്പെടുന്നതായിട്ടുള്ള ആ സുഖത്തെ പ്രദാനം ചെയ്യുന്ന പദകമലത്തോട് സംഗത ചേർന്നിരിക്കുന്നതായിട്ടുള്ള തുംഗശോഭ, അത്യന്തം നന്നായി ശോഭിക്കുന്നതുമായിരിക്കുന്ന ആ രണ്ട് നൂപുരങ്ങൾ സകല സുഖകരേ, എല്ലാ സുഖങ്ങളെയും നൽകുന്നതാണ് ലോകത്തിന്. അങ്ങനെ ലോകത്തിന് മുഴുവൻ സുഖങ്ങളെ നൽകുന്നതായിട്ടുള്ള ആ ഭഗവാന്റെ നൂപുരേ, രണ്ട് നൂപുരങ്ങൾ നഹ സമഗ്രം മാംഗല്യം പൂരയേതാം, നമുക്ക് എല്ലാ മംഗളങ്ങളെയും നൽകുമാറാകട്ടെ, എല്ലാ ആനന്ദത്തെയും നൽകുമാറാകട്ടെ എന്ന് താല്പര്യം. യന്നാദോ വേദവാചാം നിഗദതി നിഖിലം ലക്ഷണം പക്ഷികേതോഃ ലക്ഷ്മീ സംഭോഗ സൗഖ്യം വിരചയതി യയോശ്ചാപരോ രൂപഭേദഃ ശംഭോഃ സംഭാവനീയേ പദകമല സമാസംഗതസ്തുംഗശോഭേ മാംഗല്യം ന സമഗ്രം സകല സുഖകരേ നൂപുരേ പുരയേതാം. ഭഗവാന്റെ രണ്ട് നൂപുരങ്ങൾ നമുക്കെല്ലാ മംഗളങ്ങളെയും നൽകട്ടെ. അടുത്തത് ഭഗവാന്റെ കണങ്കാലുകൾ, മുഴങ്കാലുകൾ എന്നൊക്കെ പറയുന്ന ജംഘ എന്ന് പറയില്ലേ, കാൽമുട്ടിന് താഴെ ഞെരിയാണിക്ക് മുകളിലുള്ള ഭാഗമാണ് ജംഘ. ആ ജംഘയെ സ്തുതിക്കുകയാണ്, വർണ്ണിക്കുകയാണ് 18ാമത്തെ ശ്ലോകം. അംഗേ ശൃംഗാരയോനേ സപദി ശലഭദം നേത്രവന്നൗ പ്രയാതേ ശത്രോരുദ്ധൃത്യ തസ്മാദിഷു ധിയുഗമധോ ന്യസ്തമഗ്രേ കിമേതത്സംഗാം ഇത്തം നതാനാം അമരപരിഷദാം അന്തരംഗുരയത്തൽ സംഘാതം ചാരുജംഗായുഗമഖിലപദേ അംഹസാം സംഹരേന്നഃ. അംഗേ ശൃംഗാരയോനേ സപദി ശലഭദം നേത്രവന്നൗ പ്രയാതേ ശത്രോരുദ്ധൃത്യ തസ്മാദിഷു ധിയുഗമധോ ന്യസ്തമഗ്രേ കിമേതത് ശങ്കാമിത്തം നതാനാം അമരപരിഷദാം അന്തരംഗുരയത്തൽ സംഘാതം ചാരുജംഗായുഗമഖിലപദേർ അംഹസാം സംഹരേന്നഃ. അപ്പോ ഭഗവാന്റെ ചാരുജംഗായുഗം, ചാരുവായ ജംഗായുഗങ്ങൾ, അതിമനോഹരങ്ങളായിട്ടുള്ള ജംഗായുഗങ്ങൾ, രണ്ടു ജംഗകൾ. യുഗമെന്നാൽ യുഗളങ്ങൾ എന്ന് തന്നെ അർത്ഥം. ജംഗേ എന്ന് വേണമെങ്കിൽ പറയാം. ജംഗ എന്നത് ആകാരാന്ത സ്ത്രീലിംഗമാണ്, അതിൻ്റെ ദ്വിവചനം ജംഘേ എന്ന് തന്നെയാണ്. അപ്പൊ രണ്ടു ജംഗകൾ എന്ത് ചെയ്യട്ടെ? അംഹസാം സംഹരേത് നഹ, നഹ അംഹസാം സംഹരേത്, നഹ അസ്മാകം നമ്മുടെ, അംഹസാം എന്ന് പറഞ്ഞാൽ അംഹസ്സുകളെ, അംഹസ്സുകൾ എന്നാൽ പാപങ്ങൾ എന്നർത്ഥം.
പാപസമൂഹങ്ങളെ സംഹരേത്. അപ്പൊ ഭഗവാന്റെ ജംഗയെ ധ്യാനിക്കുന്ന നമ്മുടെ ഉള്ളിലെ ആ പാപവാസനകളെയെല്ലാം അത് സംഹരിക്കട്ടെ. ഭഗവാന്റെ പാദങ്ങളുടെ ചിന്ത, ഭഗവാന്റെ ജംഗകളുടെ ചിന്ത നമ്മുടെ ഉള്ളിലുള്ള പാപങ്ങളെ മുഴുവൻ നശിപ്പിക്കട്ടെ. അപ്പൊ ഭഗവാന്റെ ആ ജംഗകളെ, കണങ്കാലുകളെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. കാമദേവന്റെ 2 ബാണതൂണീരങ്ങൾ, ആവനാഴികൾ, അതിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. നമ്മുടെ ലളിതാ സഹസ്രനാമത്തിൽ ദേവിയുടെ ജംഗകളെ പറയുമ്പോഴും അല്ലേ, ഇന്ദ്രകോപരിക്ഷിപ്ത സ്മരതൂണാഭജംഗിക, സ്മരതൂണാഭജംഗിക, സ്മരന്റെ തൂണം പോലെയുള്ള ആഭയോടുകൂടിയ ജംഗയോടുകൂടിയവൾ എന്ന്. അത് ഇന്ദ്രകോപം എന്ന് പറയുന്ന ആ ചുവന്ന വണ്ടുകൾ അല്ലെങ്കിൽ മിന്നാമിന്നുകൾ പതിക്കപ്പെട്ടതായിട്ടുള്ള എന്ന് പറയുകയാണ്. ഇന്ദ്രകോപ പരിക്ഷിപ്ത സ്മരതൂണാഭജംഗിക, സ്മരന്റെ തൂണം പോലെയുള്ള, ആവനാഴി പോലെയുള്ള ശോഭിക്കുന്ന ജംഘയോടുകൂടിയവൾ. ഇവിടെ മഹാദേവന്റെ ജംഘയെയും കാമദേവന്റെ തൂണത്തോട്, തൂണീരത്തോട്, ആവനാഴിയോട് ഉപമിക്കുകയാണ്. അംഗേ ശൃംഗാരയോനേ സപതി ശലഭദം നേത്രവന്നൗ പ്രയാതേ ശത്രോരുദ്ധൃത്യ തസ്മാദ് ഇഷുതിയുഗമദോ ന്യസ്തമഗ്രേ കിമേതത് ശങ്കാം ഇത്തം നതാനാം അമരപരിഷദാം അന്തരംഗൂരയത്വൽ സംഘാതം ചാരുജംഗായുഗമഖിലപതേർ അംഹസാം സംഹരേന്നഃ. ഇവിടെ കാമദേവനെ ശൃംഗാരയോനി എന്ന് പറയും. ശൃംഗാരത്തിന്റെ ഉൽപ്പത്തി സ്ഥാനം എന്നർത്ഥമാണ്. ശൃംഗാരയോനി എന്ന് പറഞ്ഞാൽ, യോനി എന്നാൽ ഉൽപ്പത്തി സ്ഥാനമാണ്, ഉത്ഭവസ്ഥാനം, പ്രഭവസ്ഥാനം. അപ്പൊ ശൃംഗാരത്തിന്റെ, കാമഭാവത്തിന്റെ ഉൽപ്പത്തി സ്ഥാനമാണ് കാമദേവൻ. അതുകൊണ്ട് അദ്ദേഹത്തെ ശൃംഗാരയോനി എന്ന് പറയുന്നു. അപ്പൊ ശൃംഗാരയോനേഹേ എന്ന് ഷഷ്ടി, കാമദേവന്റെ എന്ന് പറയാം. ശൃംഗാരയോനിയായ കാമദേവന്റെ അംഗേ, ഇവിടെ സപ്തമി പ്രയോഗമാണ്. കാരണം ശലഭതാം പ്രയാതേ എന്ന് വരുന്നുണ്ട്. ശലഭതാം പ്രയാതേ എന്ന് പറയുമ്പോൾ ശലഭതയെ പ്രാപിച്ചപ്പോൾ എന്നുള്ള സതിസപ്തമി പ്രയോഗമാണ്. അപ്പോൾ ഇവിടെ അംഗേ എന്നുള്ളത് സപ്തമിയിലെടുക്കണം. ആ അംഗം കാമദേവന്റെ ശരീരം സപതി പെട്ടെന്ന് നേത്രവന്നൗ, മഹാദേവന്റെ നേത്രാഗ്നിയിൽ ശലഭതാം പ്രയാതേ സതി, ശലഭാവസ്ഥയെ പ്രാപിച്ചപ്പോൾ. എന്താ ശലഭാവസ്ഥയെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ, ഈയാമ്പാറ്റ അഗ്നിയുടെ നേരെ പറന്നു ചെന്നാൽ ഏതവസ്ഥയെ പ്രാപിക്കുമോ അതിനെയാണ് ശലഭത എന്ന് പറയുന്നത്. ഈയാമ്പാറ്റ ചിറക് കരിഞ്ഞ് അഗ്നിയിൽ വീണ് ദഹിച്ച് ഭസ്മമായി പോകുന്നത് പോലെ കാമദേവൻ ഭഗവാന്റെ നേത്രാഗ്നിയിൽ ഭസ്മമായി പോയി. അതിനെയാണ് ശലഭതാം പ്രയാതേ സതി. അപ്പൊ ശൃംഗാരയോനിയുടെ അംഗം ശലഭതയെ പ്രാപിച്ചപ്പോൾ, ആരുടെ? ഭഗവാന്റെ നേത്രവന്നിയിൽ, ആ നേത്രജ്വാലയിൽ ശലഭതയെ പ്രാപിച്ചപ്പോൾ, തസ്മാത് അപ്പോ എന്ത് സംഭവിച്ചു? അവിടെ നിന്ന് തത് ശത്രോഹോ ഇഷുതിയുഗം, ആ ശത്രുവായ കാമദേവന്റെ ഇഷുധി യുഗം. കാമദേവൻ എപ്പോഴും 2 തോളിലും 2 ആവനാഴികൾ കൊണ്ട് നടക്കുന്ന ആളാണ്. ആ 2 ആവനാഴികൾ, അതാണ് ഇഷുധി യുഗം എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ 2 ആവനാഴികളെയും ഉദ്ധൃത്യ എന്ന് പറഞ്ഞാൽ അതിനെ എടുത്തിട്ട്, ഉദ്ധരിച്ചിട്ട് എന്ന് വെച്ചാൽ കാമദേവൻ ഭസ്മമായി പോയി, അദ്ദേഹത്തിന്റെ 2 ആവനാഴികൾ ശേഷിച്ചു അല്ലേ. അദ്ദേഹത്തിന്റെ എന്താ പറയുക, ശേഷിപ്പുകൾ പെറുക്കിയെടുത്തു. സഞ്ജയന സമയത്ത് നമ്മൾ അസ്ഥി പെറുക്കും പോലെ ഇദ്ദേഹം നശിച്ചു പോയപ്പോൾ ഇദ്ദേഹത്തിന്റെ ബാക്കി കിട്ടിയത് ഈ ആവനാഴികളാണ്. അങ്ങനെയുള്ള 2 ആവനാഴികളെ ശത്രുവായ കാമദേവന്റെ ഇഷുതിയുഗം ഉദ്ധൃത്യ
അധഃ അഗ്രേ ന്യസ്തം കിമേതത്. അദ്ദേഹം ഭഗവാൻ തൻ്റെ കാലിൻ്റെ മുമ്പിൽ വെച്ചുവോ? കിമേതത് ഇത്തം ഇപ്രകാരം നതാനാം അമരപരിഷതാം അന്തശങ്കാം അങ്കൂരയത്. ഇപ്രകാരം നതാനാം അമരപരിഷതാം നമിക്കുന്നവരായ അമരസംഘങ്ങൾക്ക്, ഭഗവാന്റെ മുമ്പിൽ വന്ന് നമസ്കരിക്കുന്നതായിട്ടുള്ള അമരസംഘങ്ങൾക്ക് അന്തശങ്കാം അങ്കൂരയത്, ഉള്ളിൽ ശങ്കയെ അങ്കുരിപ്പിക്കുന്നത്, ഉള്ളിൽ ശങ്കയെ മുളപ്പിക്കുന്നത്, ജനിപ്പിക്കുന്നത് എന്നൊക്കെ അർത്ഥം. അപ്പൊ ആര് ചെന്ന് നമസ്കരിക്കാൻ പോകുമ്പോഴും ഭഗവാന്റെ പാദ നമസ്കാരം ചെയ്യുമ്പോൾ ഭഗവാന്റെ കണങ്കാലുകൾ കാണുമ്പോൾ കാമദേവന്റെ ആവനാഴികളെ ഭഗവാൻ എടുത്ത് മുമ്പിൽ വെച്ചിരിക്കുകയാണോ എന്ന് തോന്നിപ്പോകും പെട്ടെന്ന്. അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ ആകൃതി, അതിൻ്റെ മനോഹാരിതയെല്ലാം കാണുമ്പോൾ എന്ന് പറയും. അതാണ് അമരപരിഷതാം നതാനാം അമരപരിഷതാം അന്തശങ്കാം അങ്കൂരയത്. അഖിലപതേഹേ തച്ചാരു ജംഗായുഗം. അഖിലപതിയായ ജഗൽപതിയായിട്ടുള്ള മഹാദേവന്റെ ആ മനോഹരമായിട്ടുള്ള ജംഗായുഗം നഹ അംഹസാം സംഘാതം സംഹരേത്. ഞങ്ങളുടെ അംഹസ്സുകളുടെ സംഘാതത്തെ, പാപങ്ങളുടെ സമൂഹത്തെ എന്ത് ചെയ്യണം? സംഹരേത്, സംഹരിക്കട്ടെ. ഇപ്പൊ ഭഗവാന്റെ ആ എന്താ പറയുക, കണങ്കാലുകളെ ധ്യാനിക്കുന്ന നമ്മുടെ ഉള്ളിലെ പാപവാസനകളെല്ലാം നശിച്ചു പോകട്ടെ. ആ കാമദഹനനാണ് ഭഗവാൻ എന്ന ഓർമ്മ വരും. അപ്പൊ ഭഗവാന്റെ ആ കാമദഹനത്വം ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കാമനിർമ്മിതമായിട്ടുള്ള എല്ലാ ചിന്തകളും, കാമത്തിന്റെ അനന്തര സന്തതികളായിരിക്കുന്ന ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യാദികളൊക്കെ നശിച്ചു പോകും. കാമദഹനനായ ഭഗവാനെ ചിന്തിക്കുമ്പോൾ, കാമദഹനനായ ഭഗവാന്റെ പാദങ്ങൾ അല്ലെങ്കിൽ കണങ്കാലുകൾ ചിന്തിക്കുമ്പോൾ, അദ്ദേഹം മന്മഥനെ നിഗ്രഹിച്ച, മന്മഥനെ ഭസ്മമാക്കിയ കഥ ഓർമ്മ വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ശൃംഗാര ഭാവങ്ങളെല്ലാം ഭസ്മമായി പോകട്ടെ എന്ന് താല്പര്യം. നമ്മുടെ ഉള്ളില് ഈ കാമഭാവനകൾ വരുമ്പോഴാണ് നമ്മൾ പാപം ചെയ്യുന്നത്, അല്ലേ? അർജുനനോട് ഭഗവാൻ 4-ാം അധ്യായത്തിൽ ഗീതയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇച്ഛിക്കാതെ തന്നെ പാപം ചെയ്യുന്നത്. അത കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ഛന്നപി വാർഷ്ണേയ ബലാദിവ നിയോജിത. അർജുനൻ ചോദിച്ചു, മനുഷ്യരാഗ്രഹിക്കാതെ തന്നെ ബലാത്കാരേണ പിടിച്ചു വലിച്ച് നിർബന്ധിച്ച് ചെയ്യിക്കുന്നത് പോലെ ആരാൽ പ്രേരിതരായിട്ടാണ് കാമം ചെയ്യുന്നത്, അല്ലെങ്കിൽ തോന്നിയവാസം ചെയ്യുന്നത്, പാപം ചെയ്യുന്നത്? അത കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ. അതിന് ഭഗവാൻ മറുപടി പറഞ്ഞു, കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ മഹാശനോ മഹാപാപമാ വിദ്യേനമിഹ വൈരിണം. നമ്മുടെ ഉള്ളിലുള്ള കാമം തന്നെയാണ് അവൻ തന്നെയാണ് ക്രോധമായി പരിണമിക്കുന്നത്. അവനെ ശത്രുവായി തിരിച്ചറിയുക. അവനാണ് നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ചതിയൻ, കള്ളൻ, നമ്മെ വഴിതെറ്റിക്കുന്നവൻ, നമ്മെ നശിപ്പിക്കുന്നവൻ, നമുക്ക് സ്വൈരം തരാത്തവൻ. അതുകൊണ്ട് ആ ശത്രുവിനെ നശിപ്പിക്കുക. അവനെ നശിപ്പിക്കുവാൻ അവന് ഭക്ഷണം കൊടുക്കാതിരിക്കുക, അവന് ആയുധങ്ങൾ സപ്ലൈ ചെയ്യാതിരിക്കുക. അതിനെന്ത് ചെയ്യുക? തസ്മാത്വം ഇന്ദ്രിയാണ്യാദൗ നിയമ്യ ഭരതർഷഭ പാപമാനം പ്രജഹിഹ്യേനം ജ്ഞാനവിജ്ഞാനനാശനം. ഇതൊക്കെ ഗീതയില് ഭഗവാൻ പറഞ്ഞു തരണം. അപ്പൊ ഈ നമ്മുടെ ഉള്ളിലുള്ള ഈ കാമം, അത് പരിധി വിടുമ്പോഴാണ് നമ്മൾ പാപം ചെയ്യുന്നത്. ധാർമ്മികമായിട്ടുള്ള കാമം കൊണ്ട് നമുക്ക് ദോഷമില്ല. ധാർമ്മികമായ കാമം ഭഗവാൻ തന്നെയാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ധർമ്മ വിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. 7-ാം അധ്യായത്തിൽ ഭഗവാൻ പറയും ഗീതയില്, ധർമ്മ അവിരുദ്ധ കാമഃ അഹമസ്മി. ധർമ്മവിരുദ്ധമല്ലാത്ത കാമം ഞാൻ തന്നെയാണ്. അപ്പൊ നമുക്ക് ധാർമ്മികമായിട്ടുള്ള കാമങ്ങളാവാം, നമ്മുടെയും ലോകത്തിൻ്റെയും ക്ഷേമത്തിനായിക്കൊണ്ടുള്ള കാമങ്ങളാവാം. നമ്മെയും ലോകത്തെയും ബുദ്ധിമുട്ടിക്കുന്ന, നശിപ്പിക്കുന്ന കാമങ്ങൾ അധാർമികം.
ആ കാമങ്ങളെല്ലാം ഭഗവാന്റെ ചിന്ത കൊണ്ട് നശിക്കട്ടെ, മഹാദേവന്റെ പാദ നമസ്കാരം കൊണ്ട്, ഭഗവാന്റെ ജംഗകളുടെ ധ്യാനം കൊണ്ട് നശിക്കട്ടെ. അപ്പൊ ഭഗവാന്റെ ആ ജംഗകളെ കാമദേവന്റെ 2 തൂണീരങ്ങളായി, അവനാഴികളായി, ശങ്കയുണ്ടാക്കുന്നതായി വർണ്ണിച്ചു. അംഗേ ശൃംഗാരയോനേ സപതി ശലഭദാം നേത്രവന്നൗ പ്രയാദേ ശത്രോരുദ്ധൃത്യ തസ്മാദിഷു ധിയുഗമധോ ന്യസ്തമഗ്രേ കിമേതത് ശങ്കാം ഇത്തം നതാനാം അമരപരിഷദാം അന്തരങ്കുരയത്തൽ സംഘാതം ചാരുജംഗായുഗമഖിലപതേർ അംഹസാം സംഹരേന്നഃ. സംഘാതം ചാരുജംഗായുഗമഖിലപതേർ അംഹസാം സംഹരേന്നഃ. ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. ഇനി നമുക്ക് നാളെ തുടർന്ന് കാണാം. അദ്ദേഹത്തിൻ്റെ കാൽമുട്ടുകൾ ജാനുദ്വന്ദ്വം, അതിന് മുകളിൽ പിന്നെ ഊരു, അത് കഴിഞ്ഞ് ഭഗവാന്റെ അരക്കെട്ട്, അങ്ങനെ പോകുന്നു മുകളിലേക്ക് ഭഗവാന്റെ പാദാദി കേശ വർണ്ണന. നാളെ തുടരാം. ഇന്ന് സമർപ്പിക്കാം. 10:30, 11 മണിക്കും 4:30 ഉള്ള ക്ലാസ്സുകൾ ഉണ്ട്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ശുഭദിനാശംസകൾ, വിവേകാനന്ദ ജയന്തി ആശംസകൾ. ഹരി ഓം.